നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കപ്പലണ്ടി കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം, പീനട്ട് മസാല. ആദ്യമേ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടിക്കകത്തേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം 1/2 കിലോ കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് തീരെ ലോ ഫ്ലെയിമിൽ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. കപ്പലണ്ടി കരിയരുത്. കപ്പലണ്ടി റെഡിയായെന്നറിയണത് ഇതിൻ്റെ തോടിൻ്റെ നിറം ഒന്ന് മാറും. രണ്ടാമത് ഇത് ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ആ പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും കപ്പലണ്ടി ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൈ ആയിട്ടുണ്ടെന്ന്. ഒരു കാരണവശാലും ഇത് കരിയിച്ച് കളയരുത്. ഇപ്പം ഏകദേശം ഒരു 8 മിനിറ്റൊക്കെയായി. ആ കപ്പലണ്ടി പൊട്ടുന്ന സൗണ്ടാണ് നിങ്ങളാ കേൾക്കുന്നത്. അതേ കൂട്ടൊക്കെ ഒരു സൗണ്ട് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒരു 1.5 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. കോരി മാറ്റി ഇതിൻ്റെ എണ്ണ ഒന്ന് കളയുന്നതിന് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിനകത്തേക്കോ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. കപ്പലണ്ടി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിങ് തുടങ്ങാം. കപ്പലണ്ടി ഒന്ന് തണുത്ത വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ മറ്റു സാധനങ്ങൾ ഒന്ന് ഒരുക്കി വെക്കാം. ആദ്യമേ തന്നെ ഒരു വലിയ സൈസ് സവാള നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സവാള ഇതേ കൂട്ട് കട്ട് ചെയ്തതിന് ശേഷം 2ആയിട്ട് പിളർക്കുക. പിളർന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് പീനട്ട് മസാലയ്ക്ക് സവാള ഈ ഒരു രൂപത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത്. സവാളയെല്ലാം കുനുകുനാന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കിതിനാവശ്യമായത് 2 തക്കാളിയാണ്. 2 തക്കാളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ സീഡുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. അതിന് നനവ് കൂടുതൽ ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കി കളയുന്നത്. എന്നിട്ട് നമുക്ക് വളരെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞ് എടുക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ കാണിച്ചേക്കണ കൂട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് കനം കുറഞ്ഞ് നമുക്ക് ഈ തക്കാളി പീസാക്കി എടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ളത് കുക്കുംബറാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു വലിയ കുക്കുംബറാണ്. അത്രയും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ആ കുക്കുംബറും നമുക്ക് ഇതേ കൂട്ട് അരി ഒഴിവാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ കുക്കുംബറും നല്ല ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. അടുത്തതായി ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയിലയാണ്. അപ്പം മല്ലിയിലയും നമ്മൾ ഇതേ കൂട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് എടുക്കുക.
അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു ബൗളിൻ്റെ അകത്തേക്ക് ചേർക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ കപ്പലണ്ടിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കുന്നില്ല. കാരണം നമ്മുടെ ചാറ്റ് മസാല പൗഡറിൻ്റെ അകത്തും ഉപ്പിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി തണുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പീനട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന സമയം നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് പപ്പടം എടുത്ത് ചെറുതായിട്ട് കത്തിക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പീനട്ട് മസാല കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ രുചിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.